ഹായ്, അയാൻ്റെ ബർത്ത്ഡേ ആയിട്ടേ നമ്മൾ മീഷോയിൽ നിന്ന് ബർത്ത്ഡേ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ ഈ ബർത്ത്ഡേ ഒന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. വലുതായിട്ട് ബർത്ത്ഡേയുടെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യില്ല, എങ്കിലും 2 ദിവസം മുന്നേ ചെയ്യണമെന്ന് വെച്ചാൽ ചേച്ചിയും ചേട്ടനൊക്കെ അയാനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടും നമ്മളെല്ലാവരും വീട്ടിലുള്ളത് കൊണ്ടും ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാം, ഒരു കേക്കൊക്കെ മുറിക്കാമെന്ന് കരുതി. പക്ഷേ കാണുന്ന പോലെ 3C അല്ലാട്ടോ, ഇത് കുറച്ച് പണിപ്പെട്ടു. പിന്നെ വലിയ കലാബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ ഡിസൈനൊന്നും നോക്കിയില്ല. ഞാനും കുഞ്ഞാറ്റായാലും കൂടി പറ്റണ പോലെയൊക്കെ അത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചു. അപ്പം അതിൻ്റെ ഒരു തത്രപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കണക്കിന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനും അപ്പും അമ്മും വന്നു. എല്ലാ വർഷവും അയാൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ ഈ ഒരു വിസിറ്റ് പതിവുള്ളതാണ്. ഇതിനു വേണ്ടി അയാൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. ചേച്ചിയും ചേട്ടനും വരാനും ഗിഫ്റ്റ് കൊടുക്കാനും ആൾക്ക് ഗിഫ്റ്റുകൾ കിട്ടാനും ഈ സെലിബ്രേഷൻസ് ഒക്കെ നടത്താനും ഭയങ്കര ഇഷ്ടമായാണ്. അപ്പോൾ വലിയ രീതിയിലല്ലെങ്കിലും അവനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എല്ലാം നമ്മളൊന്ന് ഒരുക്കി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അയാന് അവർ കൊണ്ടുവന്ന ബർത്ത്ഡേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട് പോയി. ക്യാരറ്റ് കേക്കാണ്, പുഡിംഗ് കേക്കാണ് വാങ്ങിയത്. അത് 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ബർത്ത്ഡേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സെലിബ്രേഷൻ, അവർ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സന്തോഷത്തിന് വേണ്ടി ഒരു സെലിബ്രേഷൻ നടത്തിയതാണ്. അല്ലാതെ ബർത്ത്ഡേക്ക് നമ്മൾ ആരെയും ക്ഷണിച്ച് അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ. ഇതെല്ലാ തവണയും ഒരു ബർത്ത്ഡേക്ക് മുന്നോ അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ അന്നോ ഒക്കെ ചേച്ചിയും ചേട്ടൻ എന്തായാലും ഇവിടെ എത്താറുണ്ട്. അതയാനുള്ള ഒരു സന്തോഷമാണ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അന്നത്തെ ദിവസത്തെ സെലിബ്രേഷൻ ഞങ്ങൾ അവിടെ നിർത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ അന്നത്തെ സെലിബ്രേഷൻ നമ്മൾ അങ്ങനെ അവസാനിപ്പിച്ചു. പിന്നെ ഇനി ബർത്ത്ഡേയുടെ അന്നാണ്, അന്ന് നമുക്ക് ക്ലാസ്സുള്ള ദിവസമാണ്, ചൊവ്വാഴ്ചയാണല്ലോ ക്ലാസ് ഉണ്ട്. രാവിലെ പള്ളിയിൽ പോയി വന്നിട്ട് പിന്നെ നമുക്ക് ക്ലാസ്സിൽ പോകണം. പിന്നെ വൈകുന്നേരമാണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഞങ്ങൾ എന്താണ് അയാന് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് എന്ന് കാണണ്ടേ. അങ്കമാലിയിലുള്ള ഒരു സൈക്കിൾ ഷോപ്പിലേക്കാണ് പോയത്. കുറേ നാളായി. ഒരു കുഞ്ഞ് സൈക്കിളാണ് അയാനുള്ളത്. 1 വയസ്സുള്ളപ്പോൾ മറ്റു വാങ്ങിയ ചെറിയ സൈക്കിൾ കൊണ്ടാണ് ഇത്രയും നാളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ വാങ്ങി കൊടുക്കാമെന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ സർപ്രൈസായിട്ട് വാങ്ങിക്കൊടുക്കാമെന്നാണ് വിചാരിച്ചെങ്കിലും ആളെ കൊണ്ടുപോയിട്ട് ആളുടെ സൈസിനൊക്കെ ഒത്ത അവന് പറ്റുന്ന സൈക്കിൾ വാങ്ങാമെന്ന് കരുതി ഞങ്ങൾ അയാനെയും കൊണ്ട് അങ്കമാലിയിൽ കടയിൽ പോയി. അപ്പോൾ ആദ്യം ഏറ്റവും ചെറിയ സൈക്കിളിലാണ് കയറി നോക്കിയത്. കാരണം അയാൻ ഒത്തിരി പൊക്കം കുറഞ്ഞ ചെറുതായതുകൊണ്ട് ചെറിയ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ നേരത്തെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അവൻ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. ചെറിയ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് അവന് ഉപയോഗിക്കാൻ പറ്റാതെ ആവുമല്ലോ. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് പല സൈസിലുള്ള സൈക്കിളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ കടയല്ലെങ്കിലും അത്യാവശ്യം കുട്ടികളുടെ സൈക്കിളുകളൊക്കെ എല്ലാ മോഡലും ഉണ്ടായിരുന്നു. കുറച്ച് വലിയ കുറച്ചുകൂടി വലുത് ഒരു സൈക്കിൾ നമ്മൾ നോക്കി. അത് അവന് ചവിട്ടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പോലും അതിനെന്തായിരുന്നു, അതിന് ഇത്തിരി വെയിറ്റ് കൂടുതലായിരുന്നു അല്ലേ. അതിന് വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അവന് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചവിട്ടാൻ. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അത്രയും വലുത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അയാന് പറ്റിയ കറക്റ്റ് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാതെ ആൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സൈക്കിള് നമ്മൾ നോക്കി. അത് ഏതായാനെ. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഈ സൈക്കിളാണ് തിരഞ്ഞെടുത്തത്. ഏതാ സൈക്കിളായാനെ? BSA കിൻഡർ. അത്യാവശ്യം വലിപ്പമുണ്ട്, ഒരുപാട് വലുതല്ല, തീരെ ചെറുതല്ല. അയാന് കറക്റ്റാണ്. കുറച്ചധികം നാളായാലും ഇത് ചവിട്ടാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സൈക്കിള് സെലക്ട് ചെയ്തു, ഇതെടുത്തു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും പറയണ്ടല്ലോ, കുറച്ച് സമയം നമ്മൾ ബില്ലൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ആളുകൾ ചവിട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ BSA കിൻഡർ എന്ന് പറഞ്ഞ ഈ സൈക്കിൾ ഞങ്ങൾ വാങ്ങി. അത് അയാന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്കും വലിയ തിരക്കേടില്ല, കുറച്ചധികം നാൾ ഇതൊക്കെ ചവിട്ടി നടക്കാമല്ലോ. ചെറിയൊരു സൈക്കിളായിരുന്നു. മുറ്റത്ത് കിടക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചെറിയ സൈക്കിൾ അതായിരുന്നു ഇത്രയും നാൾ കൂട്ടുകാരോട് കളിക്കാനൊക്കെ പോകുമ്പോൾ ചവിട്ടിക്കൊണ്ടിരുന്നത്. അത് ചവിട്ടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കാലുവേദന ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് കുറച്ചാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ ഇനിയൊന്നും പറയണ്ടല്ലോ, എനിക്ക് ഇരട്ടി പണിയാക്കാൻ വേണ്ടിയിട്ടാണ് ആൾ പത്രക്കാരനായി. പിന്നെ ഞാൻ അടുക്കി പറക്കി വെച്ചേരുന്ന ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് അതിൻ്റെ ബാസ്ക്കറ്റ് വെച്ചിട്ട് ഓരോ റൂമിൻ്റെ അടുത്ത് പോയി
ബെല്ലടിച്ചിട്ട് ആൾ ന്യൂസ് പേപ്പർ ബോയായി. പിന്നെ മിന്നാമിനിയോ അവിടെ ഇരുന്ന് എല്ലാം എടുത്ത് ഈ വിതരണമായിരുന്നു. എന്തായാലും ആവട്ടെ, അത് വാങ്ങിക്കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്തു. പിന്നെ അത് വെഞ്ചിരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആൾ റോഡിലൂടെയൊക്കെ ചവിട്ടിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ട് കൂട്ടുകാരെയൊക്കെ കൂടെ. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിക്കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് 24-ാം തീയതി ചൊവ്വാഴ്ച ക്ലാസ്സുള്ള ദിവസമായിരുന്നല്ലോ. അപ്പോൾ രാവിലെ പള്ളിയിൽ പോയി, പിന്നെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പെൻസിലാണ് ഗിഫ്റ്റായിട്ട് കൊണ്ടുപോയത്. ടീച്ചർക്കും ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുപോയി. സ്വീറ്റ്സ് ഒന്നും അവിടെ അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെൻസിൽസ് വാങ്ങി കൊടുത്തു വിട്ടു. പിന്നെ വൈകുന്നേരം അവന് നമ്മൾ കേക്ക് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് പറ്റില്ല, അമ്മ കേക്ക് ഉണ്ടാക്കണം എന്നൊരേ വാശിയായിരുന്നു. അതിന് വേറെ കാരണമുണ്ട്. അവന് കേക്ക് ഉണ്ടാക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും ചെയ്യാം, അതിലൊന്ന് കൈ കടത്തി ഒന്ന് ആളാവുകയും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് അവൻ കേക്ക് അമ്മ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധം പിടിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ പോരുന്ന വഴിക്ക് ബാക്കി അത്യാവശ്യ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീം മാത്രം ഞാൻ വാങ്ങിയിട്ട് പോന്നു, വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചും പോന്നു. പിന്നെ വൈകുന്നേരം വന്നിട്ട് അത്യാവശ്യം ജോലിയൊക്കെ ചേർത്ത് സന്ധ്യ ആയിരുന്നു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ. നമ്മൾ ക്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം സമയം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ മടിയാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. വേറെ പുറത്തേക്കൊന്നും അല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കേക്ക് വീട്ടിലുണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇതിന് വേണ്ടി കുറേ സമയം നമ്മൾ ചിലവാക്കേണ്ടി വരുന്നത് കൊണ്ട് എനിക്ക് അത്യാവശ്യം മടിയാണ് ചെയ്യാൻ. എങ്കിലും അവനത് പറഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്യാമെന്നൊരു ആഗ്രഹം തോന്നി. എന്നാൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ എടുത്ത് അതൊക്കെ ചെയ്ത്, പിന്നെ ഇത് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് കുറച്ചൊന്ന് തണുക്കാനൊക്കെ വെക്കണം. അങ്ങനെയാണ് നമുക്ക് കുറേ സമയം ഇതിന് പോകുന്നത് കേട്ടോ. അങ്ങനെ കേക്കിന് ബാറ്ററൊക്കെ റെഡിയാക്കി കുറച്ച് സമയം നമ്മളിതിന് ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറാൻ വേണ്ടി വെക്കണം. പിന്നെ അതൊന്ന് ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്തൊക്കെ വയ്ക്കണം. അങ്ങനെ കുറേ സമയം പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ക്രീം കേക്ക് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. എങ്കിലും ഉള്ള സമയം കൊണ്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം ഒരു 35 മിനിറ്റൊക്കെ എടുത്തു അതൊന്ന് എനിക്ക് ബേക്കായി വരാൻ. നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടി. അത് നടുവിൽ എന്തോന്ന് കുത്തി നോക്കിയതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിള്ളൽ, അല്ലാതെ തന്നെ വേറെ പ്രശ്നമൊന്നുമല്ല. നല്ല കേക്കായിരുന്നു, നല്ല കേക്കായിട്ടൊക്കെ കിട്ടി. പിന്നെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ വാങ്ങിയത്. ഇതിപ്പോൾ 1 ലിറ്റർ ഉണ്ട്. 1 ലിറ്ററിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ അവിടെ 1/2 ലിറ്ററിൻ്റെ ക്രീം ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് 1/2 ലിറ്ററിൻ്റെ ഉണ്ടെങ്കിൽ അത് മതി. നമ്മളെപ്പോഴും ഇത് യൂസ് ചെയ്യണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബാക്കി ഞാനെടുത്ത് എയർ ടൈറ്റായിട്ട് തന്നെ എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് അധികം ദിവസമൊന്നും വയ്ക്കാൻ പറ്റില്ല. ഫ്രീസറിലാണെങ്കിൽ പോലും ഒരു 4-5 ദിവസത്തിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൽ നല്ല അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് പിന്നെ പഞ്ചസാരയൊന്നും ഇട്ടില്ല, ഇത്തിരി വാനില എസൻസ് മാത്രമേ ഒഴിച്ചുള്ളൂ. ഈ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ ആൾക്കാർ അമ്മ തന്നെ കേക്ക് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് കാണാനും അതിൻ്റെ കൂടെ അതൊന്ന് ചെയ്ത് നോക്കാനും പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന ക്രീമൊക്കെ കഴിക്കാനുമാണ് ഇവർ ഇതിന് വേണ്ടി അമ്മയെ കൊണ്ട് കേക്ക് ഉണ്ടാക്കിക്കുന്നത്. എന്നെക്കൊണ്ട് കേക്ക് ഉണ്ടാക്കിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു മെയിൻ പരിപാടിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രീൻ കളറും കുറച്ച് ബ്ലൂ കളറും മാത്രമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. റെഡും വൈറ്റൊക്കെ ഉണ്ടായിരുന്നൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഗ്രീന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് വേറൊരു ബൗളിൽ കുറച്ച് ക്രീം എടുത്തിട്ട് അതിൽ ഒരു 3-4 ഡ്രോപ്സ് ബ്ലൂ കളർ മിക്സ് ചെയ്തു. ഒരുപാട് ഇട്ടില്ല കേട്ടോ, വെറുതെ അത് കളർ ചേർക്കുന്നത് തന്നെ വലിയ താല്പര്യമുള്ള കാര്യമല്ല. എങ്കിലും എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചാണ്. പിന്നെ കേക്ക് ഞാൻ 2 ലെയറാക്കിയേ മുറിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് നന്നായി സോക്ക് ചെയ്ത് നല്ല ജ്യൂസി ആക്കണ ആ ടേസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതെടുത്തു, അത് ട്രേയിലേക്ക് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ട്രേ നമ്മൾ നേരത്തെ കേക്ക് വാങ്ങിയ ട്രേ ആയിരുന്നു, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രേയിലേക്കാണ് കേക്ക് വെച്ചത്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ക്രീം തേച്ച് കൊടുത്തു. അങ്ങനെ ക്രീമൊക്കെ തേച്ച് അതിനൊരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ട് അത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഞാൻ എടുത്ത് വെച്ചു. ഇനി അത് മുറിക്കാൻ നേരത്ത്, കേക്ക് കട്ടിങ്ങിൻ്റെ നേരത്ത് നമുക്കതിന് പുറത്ത് ഒരു 5 മിനിറ്റ് മുന്നേ എടുത്ത് വെച്ചാൽ മതിയാകും.
അപ്പോൾ അങ്ങനെ അതെടുത്ത് കയറ്റി വെച്ചു. പിന്നെ അതിന് ശേഷം ഞാനും അയ്യാനും കൂടി ഒരു സ്ഥലം വരെ പോയി. വേറെങ്ങുമല്ല, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, വലിയ ചാച്ചൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ ചാച്ചനും അമ്മായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എന്താ പറയുക, വർഷം നമ്മൾ അയ്യാനെ ബർത്ത്ഡേക്ക് അല്ലാത്തപ്പോൾ നമ്മൾ പോണതുപോലെയല്ല, ബർത്ത്ഡേ ദിവസം സമയം പോലെ എപ്പോഴെങ്കിലും രാത്രി ആയാലും, ഇന്നിപ്പോൾ രാത്രിയായി, നമ്മൾ ചാച്ചൻ്റെ അമ്മയുടെ അടുത്ത് പോവും, അയ്യാനെ കൊണ്ടുപോയും അനുഗ്രഹം വാങ്ങിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഘട്ടങ്ങളിൽ എപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള അവരാണ് ചാച്ചനും അമ്മയും. അപ്പോൾ അയ്യാന് കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷമ നശിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ചടങ്ങും കൂടി അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ അതാണ് ഏറ്റവും പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, കേക്ക് കട്ട് ചെയ്യുക, ഗിഫ്റ്റ് കിട്ടുക, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ അച്ചു ക്യാമറയുടെ ബാക്കിലേക്ക് നിന്നു. ഞങ്ങൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ, പിന്നെ നല്ല കേക്കായിരുന്നു കേട്ടോ, അതും കൂടി പറയണമല്ലോ, നല്ല കേക്കായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അവനത് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കഴിക്കണം. അപ്പോൾ ഇതിനൊന്നും ക്ഷമയില്ല ആൾക്ക്, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അത് അപ്പായുടെ വായിൽ വെച്ച് കൊടുക്കുക, കുഞ്ഞാച്ചി അമ്മയുടെ, അതിനൊന്നുള്ള ക്ഷമയില്ല ആൾക്ക്. ഈ ക്രീമൊക്കെ ഒന്ന് എടുത്ത് കഴിക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ ക്രീം കേക്ക് അധികം വീട്ടിലുണ്ടാക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. പിന്നെ അതിനിടയ്ക്കാണ് നമ്മുടെ കുഞ്ഞാറ്റേനെ ഞാൻ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞു, എൻ്റെ ദേഷ്യത്തിൽ ആൾ വഴക്കിട്ട് മാറി, കരച്ചിലൊക്കെ ആയിട്ട് മാറി നിന്നപ്പോൾ അപ്പായി വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിട്ട് വന്ന് കൊച്ചിൻ്റെ നിന്ന് കേക്ക് വാങ്ങി കഴിക്കാൻ നിർബന്ധിക്കുന്ന നാടകമാണ് ഈ കാണുന്നത്. ഞാനാണെങ്കിൽ വടിയെടുത്ത് അപ്പോഴത്തേക്ക് എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല, കഴിക്കടി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും. അപ്പോൾ അങ്ങനെ ഒരു നാടകം അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ അയ്യാൻ്റെ വർഷത്തേക്ക് ബർത്ത്ഡേ മാമാങ്കം കഴിയുകയാണ്. ജനുവരി ആകുമ്പോഴത്തേക്കും തുടങ്ങും എൻ്റെ ബർത്ത്ഡേ എന്നാ, ജൂണായോ, ജൂൺ 24 എന്നാണ്. അങ്ങനെ ഓരോ മാസവും ഡേറ്റൊക്കെ നോക്കി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് അവൻ്റെ ബർത്ത്ഡേ ദിവസം. അവനത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.